നമസ്കാരം. അറ്റൻഷൻ പ്ലീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പൊതുവെ കേട്ടുവരുന്നൊരു കാര്യമാണ് സ്ട്രെസ്സ്, ആൻസൈറ്റി ഡിസോർഡർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? അയാൾക്ക് സ്വന്തമായിട്ടൊരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് SUT പട്ടം ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റായ നിതിനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യാം. സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും അത് തമ്മിലുള്ള വ്യത്യാസം എന്താ സാർ? ജനറലി ആൾക്കാർക്ക് വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. ആക്ച്വലി നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം സൈക്കോളജിസ്റ്റിനാണോ കാണേണ്ടത് അതോ സൈക്കാട്രിസ്റ്റിനാണോ കാണേണ്ടത് എന്നുള്ളത്. അപ്പം സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി അവർ മെഡിസിനിലൂടെ മരുന്ന് കൊടുത്ത് മാനസികമായിട്ടുള്ള അസുഖങ്ങളെ സുഖപ്പെടുത്തുന്ന ഡോക്ടേഴ്സിനെയാണ് ആക്ച്വലി സൈക്കാട്രിസ്റ്റുമാരെന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റുമാരെന്ന് പറയുന്നത് മോസ്റ്റ്ലി അവർ കൗൺസിലിംഗ്, മെഡിസിൻ അവർ ഒരിക്കലും കൊടുക്കാറില്ല. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, മറ്റ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ച് അവരിപ്പോൾ കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം, പല രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരിക്കാം, ഇപ്പോൾ നേരിടുന്ന ആ പ്രശ്നത്തിനെ പല രീതിയിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ടോക്ക് തെറാപ്പി പോലെ, കൗൺസിലിംഗ് പോലെ, സൈക്കോതെറാപ്പി പോലെ ആയിരിക്കും ഇൻ്റർവെൻഷൻസ് ഒക്കെ വരുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യം ആരെ കാണണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്, സെൽഫ് ഹാമിങ് ടെൻഡൻസി ഉണ്ട്, ഇറലവൻ്റ് ആയിട്ടുള്ള ടോക്ക്, അങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മൾ ആദ്യം സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് തന്നെയാണ് ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുക. ഇപ്പം സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടേണ്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യും. അപ്പോൾ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ജനറലി 1, 2, 3 സെഷൻ അവർ ട്രൈ ചെയ്യും സൈക്കോളജിക്കലി തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു വില്ലിങ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ എത്രത്തോളം ഇൻസൈറ്റ് ഉണ്ട്, വില്ലിങ്നെസ്സോടുകൂടെ ഈ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് അവർക്കൊരു റിക്കവറി ഉണ്ടാവും. അപ്പോൾ ഒരു വില്ലിങ്നെസ് വളരെ കുറവാണെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിനാരിയോയിലേക്ക് പോകും. അപ്പം സൈക്കോളജിക്കലി നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു മാനസിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ തരം മാനസിക ബുദ്ധിമുട്ടായിരിക്കും ഒരാൾ? അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടോയെന്ന് എനിക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു ഡോക്ടർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റായിട്ട് സാറിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്ക് എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? ഇപ്പം അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇന്റർനാഷണലി തന്നെ പല വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയകളുണ്ട്. ഇപ്പം DSM, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് മാനുവൽ ഉണ്ട്, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഇറക്കുന്നതാണ്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ICD-10-11 സീരീസുകളൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഈ സിംറ്റംസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഓരോ അസുഖത്തിൻ്റെയും ക്രൈറ്റീരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇന്ന അസുഖങ്ങളാണ്. അപ്പോൾ ജനറലി നമുക്ക് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട്, ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾ, പിന്നെ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, ഡിപ്രഷൻ, അതുപോലെ തന്നെ ബൈപ്പോളാർ തുടങ്ങിയ അസുഖങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി മൂഡ് ഡിസോർഡേഴ്സിൽ വരുന്നത്. പിന്നെ ആങ്സൈറ്റി സ്പെക്ട്രത്തിൽ വരുന്ന കുറേ അസുഖങ്ങളുണ്ട്. ഇപ്പം ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട്. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, OCD, അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട്. പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അപ്പോൾ പലതരത്തിലുള്ള ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C തുടങ്ങിയ ഡിഫറൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ ആളുടെ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനോട് അഡീഷണലി നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയാണെങ്കിൽ മാത്രമാണ് അതൊരു ഡിസോർഡറായിട്ട് അല്ലെങ്കിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിസോർഡറായിട്ട് കണക്കാക്കുക. നമ്മളുടെ ഓക്യുപ്പേഷണൽ ഫങ്ഷനിങ് അല്ലെങ്കിൽ അക്കാഡമിക് ഫങ്ഷനിങ്, ഫാമിലി ഫങ്ഷനിങ്, നമ്മളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ തുടർച്ചയായിട്ട് നിൽക്കുമ്പോഴാണ് ആക്ച്വലി അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാനസിക രോഗം അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയാറ്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു എക്സാമിന് ഫെയിലുവറായി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, അപ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെയോ നിരാശകളെയോ ഒന്നും തന്നെ മെൻ്റൽ ഡിസോർഡറായിട്ട് പൊതുവിൽ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളെയും ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രോമ ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആക്ച്വലി പബ്ലിക്കിനിടയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും പ്ലഷറബിൾ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു വെഞ്ചറോ എൻ്റർപ്രൈസസോ അല്ല. ലൈഫിൽ
ടഫായിട്ടുള്ള സിനാരിയോ എന്ന് പറയുന്നത് എപ്പോഴും ഇന്നവിറ്റബിൾ ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നേരിടുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഡിപ്രഷൻ എന്നും ട്രോമ എന്നും വിളിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്യുന്നതിന് കാരണമാവും. അത് പ്രോപ്പറായിട്ട് അതിൽ നിന്ന് പുറത്തു വരുന്നതിന് ഡിഫിക്കൽറ്റി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ട്രെസ്സാണ്, ആങ്സൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനത്തെ ഒരുപാട് റീൽസും ഷോർട്സും കാണാറുണ്ട്. ഇപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഓവറായിട്ട് സ്വയം ചിന്തിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ സ്ട്രെസ്സും ആങ്സൈറ്റി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ലെവലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും നമ്മളെ ബാധിക്കുന്നു എന്ന് ഏത് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? സൈക്കോളജിസ്റ്റിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ലൈഫിൽ എന്ത് അൺസർട്ടനിറ്റി സിറ്റുവേഷൻ ഉണ്ട്, ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു വെർഷൻ എന്താണ്, അല്ലെങ്കിൽ ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് വെൻഡ് ഔട്ട് ചെയ്യണം, ഒന്ന് കുറച്ച് നേരം കേട്ടിരിക്കണം. അങ്ങനെയൊക്കെ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണാവുന്നതാണ്. പക്ഷേ എപ്പോഴാണ് ഒരാൾക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ഡിപ്രഷൻ്റെ ട്രയാഡാണ് നമ്മൾ നോക്കുന്നത്. അതായത് മൂഡ് ഡിപ്രസ്ഡ് ആയിരിക്കുക. ഇപ്പം നമ്മൾ ഒരാളോട് ചോദിക്കണം ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു നോർമൽ മൂഡിലാണോ നമ്മളുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തി ഉള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ മൂഡ് ഡിപ്രസ്ഡ് ആണെങ്കിൽ ഫൈൻ ആയിരിക്കില്ല, വിഷമിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു മൂഡ് ഓക്കെ അല്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവും. അപ്പം ഡിപ്രസ്ഡ് മൂഡ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു സന്തോഷം കിട്ടത്തില്ല, ഒന്നിനും ഒരു എക്സൈറ്റ്മെന്റ് കണ്ടെത്താൻ പറ്റില്ല, ഹാപ്പി ആവാൻ പറ്റില്ല. ഒരു കാര്യത്തിനകത്തും നമുക്കൊരു ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പറ്റാത്തതിനെയാണ് ആക്ച്വലി ലോസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് ഫെറ്റീഗ് എന്ന് പറയും, കലശലായ ക്ഷീണമാണ്. ഇത് മൂന്നും തുടർച്ചയായിട്ട് ഉണ്ടാവുകയും 2 ആഴ്ച തുടർച്ചയായിട്ട് നിലനിൽക്കുകയും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്, സോഷ്യൽ, ഒക്യുപ്പേഷണൽ, ഫാമിലി ഫങ്ഷനിങ്ങിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖം നമുക്കുണ്ട്, അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പോൾ അതല്ലാതെ ഇപ്പം നമുക്ക് ചെറിയ വിഷമമുണ്ട്, അല്ലെങ്കിൽ ചെറിയ ടെൻഷനുണ്ട്, ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ജോലി നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ, അതൊന്നും ഒരിക്കലും ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഡിസോർഡർ ആയിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ട് വരുന്നൊരു വേർഡാണ് OCD എന്ന് പറഞ്ഞിട്ട്. പലരും ഇതേപോലെ പറയുന്നുണ്ട് എനിക്ക് OCD ആണ്. ആക്ച്വലി എന്താണ് ഈ OCD എന്ന് പറയുന്നത്? ഇപ്പോൾ OCD എന്ന് വെച്ചാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അത് 2 പാർട്ടാണ്. ഒബ്സഷൻ്റെ ഒരു പാർട്ടും ഉണ്ട്, കമ്പൽഷൻ്റെ പാർട്ടും ഉണ്ട്. അതിനകത്ത് ഒരുപാട് എന്താ പറയുക ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റും. മോസ്റ്റ്ലി ഒരു റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും പോയി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക പലതവണ. ഇപ്പം നമ്മൾ ഒരിക്കൽ ചിലപ്പോൾ ഡോർ അടച്ചോ നമ്മൾ വീണ്ടും പോയി സ്വാഭാവികമായിട്ട് നോക്കും, പിന്നെ നമ്മൾ അതിനെ നോക്കാറില്ല. പക്ഷേ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും പലവട്ടം റിക്കർ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്താണ് വീണ്ടും അതൊരു വൺ കൈൻഡ് ഓഫ് റിപ്പറ്റേറ്റീവ് ബിഹേവിയർ. ഇപ്പോൾ കയ്യിൽ അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോയി കഴുകിക്കൊണ്ടേയിരിക്കും. എത്ര കഴുകിയാലും അതിനകത്തൊരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് അവർക്ക് വരത്തില്ല. അപ്പോൾ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു തോട്ടിൻ്റെ പാർട്ടാണ്. നമ്മുടെ ഉള്ളിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സസീവ്നെസ് ആണ് ഉണ്ടാകുന്നത്. കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ്റെ പാർട്ടാണ്. നമ്മൾ ഇങ്ങനെ ഹാൻഡ് വാഷിങ്, കൗണ്ടിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവണം. അപ്പോൾ ഇങ്ങനെ ഇത് സിവിയറായിട്ട് വരുമ്പോൾ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ തന്നെ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഡിസോർഡർ ആയിട്ട് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് ഈ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോഴേക്കും? അപ്പോൾ ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഒരു അപ്രിഹെൻഷനാണ്. ആക്ച്വലി നമുക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒരു അപ്രിഹെൻഷനാണ്, എന്ത് സംഭവിക്കും എന്നുള്ള ഒരു അപ്രിഹെൻഷനാണ്. അപ്പോൾ അത് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും. ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആങ്സൈറ്റി ഉണ്ട്, ചെറിയ രീതിയിലുള്ള ആങ്സൈറ്റി ഉണ്ട്. ഇപ്പം ആങ്സൈറ്റി ഒരു രീതിയിൽ ഹെൽപ്ഫുള്ളാണ്, ഒരു വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും ആങ്സൈറ്റി ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്, ഒരു ചെറിയ രീതിയിൽ ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് കുറെ കൂടെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കും, പേനയൊക്കെ എടുത്തുകൊണ്ട് പോകും, എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എടുക്കും. നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേക്കും.
ബസ്സിനൊക്കെ കൃത്യമായിട്ട് കയറി പോകും. മറ്റേ ഒട്ടും ആങ്സൈറ്റി ഇല്ലെങ്കിലുള്ള സിനാരിയോ നമ്മൾ ആലോചിച്ച് വളരെ ലാവിഷായിട്ട് ആ എക്സാമോ നമ്മൾ എത്ര കണ്ടതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എടുക്കുക. അപ്പം ഒരു ലിറ്റിൽ ബിറ്റ് ആങ്സൈറ്റി നമ്മുടെ ഔട്ട്കം കുറച്ച് ബെറ്റർ ആക്കുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. പക്ഷെ നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ ആവുമ്പോഴാണ് ഇപ്പം എക്സാമിന് പോകാൻ കഴിയുന്നില്ല, ഹാളിലേക്ക് കയറാൻ പറ്റുന്നില്ല, പേടി വരിക, ആ ഒരു ഫിസിക്കൽ സിംറ്റംസ് വേർക്കുകയാണ്, കൈവിറക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇന്റർവെൻഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഈ എക്സാം സമയത്ത് ഓവർ ഫിയറും ഈ ആങ്സൈറ്റി ഡിസോർഡറിനകത്ത് വരുന്നത് അത് ആങ്സൈറ്റി സ്പെക്ട്രത്തിലാണ് വരുന്നത്. കാരണം ആ ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അപ്രിഹെൻഷൻ ആണല്ലോ സംഭവിക്കുന്നത്. അപ്പം ആ അപ്രിഹെൻഷൻ ഏതാണ്ട് ആങ്സൈറ്റി ആണ്, ഫിയർ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ആങ്സൈറ്റി ആണ് ആക്ച്വലി. നേരത്തെ OCDയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നതും അതിലൊരു OCD ഒരു ക്യാരക്ടറിനകത്ത് വരുന്നതാണോ? അപ്പം അത് വളരെ മൈൽഡായിട്ട് OCD എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലർക്ക് ഒരു പെർഫെക്ഷനിസം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നീറ്റായിട്ട്. ഇപ്പോൾ കോൺഷ്യസ്നെസ് ഹൈ ആയിട്ടുള്ള ആൾക്കാർ പേഴ്സണാലിറ്റി ട്രൈറ്റ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതൊരു നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കാത്തിടത്തോളം കാലം അതൊരു വിഷയമല്ല, ഒരു മാറ്ററേ അല്ല, ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പം നമ്മളുടെ വീടും പരിസരവും അല്ലെങ്കിൽ നമ്മുടെ റൂമൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വെക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയാണ്. പക്ഷേ അത് ഒരിക്കൽ വച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതൊരു ഡിസ്ട്രസ് ഫീലിംഗ് ആയി മാറുമ്പോഴാണ് അതിനകത്തൊരു സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഒരു പേപ്പർ അവിടെ കിടന്നു, ഇപ്പൊ തന്നെ നമ്മൾ അസ്വസ്ഥമാവാണ്. ആ പേപ്പർ അവിടെ നിന്ന് മാറ്റുന്നത് വരെ നമുക്ക് സമാധാനം കിട്ടാതെ വരിക. അത് മാറ്റിയാലും ചിലപ്പോൾ ഇനിയും പേപ്പർ വരുമോ എന്ന് വിചാരിച്ച് നമ്മൾ എന്താ പറയുക ഡിസ്ട്രസ്ഡ് ആവുകയാണ്. അവിടെയാണ് ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തിങ്സും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഓർഡറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഇതിൻ്റെ ഒരു സ്പെക്ട്രത്തിൽ ആ ഒരു ഏരിയയിൽ വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചു ഇതിനോട് ചേർത്ത് തന്നെ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു പേന അവിടെ തറ വീണ്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ കിടക്കുകയായിരിക്കും, പിന്നെ പക്ഷെ ആ പേന എടുത്ത് വയ്ക്കാണ്ട് നമ്മുടെ മൈൻഡ് കിടക്കാനായിട്ടുള്ള സമ്മതിക്കില്ല എന്നൊരവസ്ഥയും ഇതിൻ്റെ കൂടി ചേർത്ത് വായിക്കാൻ പറ്റും. അത് മറ്റ് സിംറ്റംസും കൂടെ അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ. അപ്പം ചിലപ്പോൾ അതൊരു ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും, വേറെയും പല സിംറ്റംസ് ഉണ്ടാവുമായിരിക്കും. അപ്പം ഒറ്റ ഇൻസിഡന്റ് പേരിൽ നമുക്ക് OCD ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററിയും മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതായത് ഇപ്പം ഒരു ഡിസോർഡർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DSM-ലാണെങ്കിൽ OCD-യുടെ താഴെ പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇപ്പം നേരത്തെ ഡിപ്രഷൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ഡിപ്രഷനിൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡിപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. മറ്റ് ക്രൈറ്റീരിയകളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാം. അല്ല ഒരു സിംറ്റം മാത്രം വെച്ചിട്ട് നമുക്കൊരിക്കലും ഇന്ന അസുഖമാണ് എന്ന് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഓഫീസിലെ വർക്ക് പ്രഷറും വർക്ക് സ്ട്രെസ്സും കാരണം നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന അതും ഈ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട രീതിയിലോട്ട് എപ്പോഴാണ് മാറുന്നത്? പലപ്പോഴും ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. പ്രോപ്പറായിട്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. അപ്പം ചിലർക്കൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള വർക്ക് പ്രഷറുണ്ട്, ചില വർക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ചിലർ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ചിലർ വർക്ക് ഹോളിക്കായിട്ട് ലോങ്ങർ അവേഴ്സ് വർക്ക് ചെയ്യാൻ അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടാവാം. അപ്പോൾ അവരെ ചിലപ്പോൾ അതൊന്നും ബാധിക്കുന്നുണ്ടാവില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് ഓരോരുത്തരും ഇൻഡിവിജ്വൽ കേസ് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്താലേ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ. ഇപ്പോൾ എപ്പോഴും നമ്മൾ കൗൺസിലിങ്ങിൻ്റെയും അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയുടെയും ഇൻഡിവിജ്വലായിട്ട് കാണേണ്ടുന്ന ആവശ്യം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്ക്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിലേ അവർക്ക് ഫിറ്റ് ആവുള്ളൂ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ വർക്ക് ലൈഫ് ബാലൻസിൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരുടെ വർക്കും ലൈഫും എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, അവരുടെ ഒരു ലൈഫിൻ്റെ ഫണ്ടമെൻ്റൽ ഫുൾഫിൽമെൻറ്റ്, ഒരു മീനിങ് എന്തിലാണ് അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അത് അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു മീനിങ്, ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മീനിങ് അവർ ഓരോ ദിവസവും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതില്ലാതെ വരുമ്പോഴാണ് കൂടുതലും ഈ ബാലൻസ് പ്രോബ്ലം വരികയും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രസ് സിറ്റുവേഷനിലേക്ക് ആൾക്കാർ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് ജോലിയുടെ സ്ട്രെസ് ഉണ്ട്, വീട്ടിലെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തായിരിക്കും പെട്ടെന്ന് ഈ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. ഏതാണ് നമ്മൾ ഹയർ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, വർക്കാണോ ഫാമിലി ആണോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ രണ്ടും വേണമെന്നുണ്ടായിരിക്കും. ഓഫീസിലെ പ്രഷറും നമുക്ക് മീറ്റ് ചെയ്ത് പോകാൻ പറ്റണം, അതേപോലെ ഫാമിലി. പക്ഷെ ഒരിക്കലും അങ്ങനെ പറ്റുന്ന ആൾക്കാർ കുറവല്ലേ?
തീർച്ചയായും. ഇപ്പം അപ്പൊ അതിനകത്തുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം അതിനകത്തൊരു നമ്മളുടെ തന്നെ ഒരു പ്രയോറിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഒരിക്കലും നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും പറയും ഞാൻ രണ്ട് കാര്യങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ പാരൻസിനെയും വൈഫിനെയും എങ്ങനെയാണ് കാണുന്നത്, അപ്പൊ ഒരു ബാലൻസിൽ കൊണ്ടുപോകും. പക്ഷെ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. നമ്മളൊരു സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. പല വീഡിയോകളിലും കാണാം നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുപോകണം. ആക്ച്വലി അത് നടക്കുന്ന കാര്യമില്ല. വെറുതെ വീഡിയോയിൽ ലൈക്ക് കൂട്ടാമെന്നല്ലാതെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരങ്ങനെ പറഞ്ഞാലും അവർ വേറൊരു രീതിയിൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവും. പ്രയോറിറ്റൈസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിന് പോകുന്നത്, അല്ലാതെ വർക്കിന് വേണ്ടിയിട്ടല്ല ഫാമിലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഫാമിലിക്ക് നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കുകയും ഫാമിലിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മെജോറിറ്റി കേസുകളിലും ആൾക്കാർ ഫണ്ടമെന്റൽ ഫുൾഫിൽമെന്റ് വർക്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് കൂടുതലും ആൾക്കാർ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ ലോങ്ങർ ടൈമിൽ കിട്ടാതെ പോകുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ല വർക്കിന് വേണ്ടിയിട്ടല്ല ഫാമിലി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ ഫാമിലിയിൽ ആക്ച്വലി നെസസറി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക, റിലേഷൻഷിപ്പിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക, ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് തന്നെ നമ്മളൊരു മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ മറ്റുള്ള സ്ട്രെസ്സ് കാരണം, ചിലപ്പോൾ ഓഫീസിലെ സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പല സ്ട്രെസ്സ് കാരണം നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ദേഷ്യം കാണിക്കുന്നതും ഈ ഓവറായിട്ട് വഴക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ അവരുടെ റിലേഷൻ പോലും, ഫാമിലി റിലേഷൻ ആയിരുന്നാലും അവരുടെ റിലേഷൻ പോലും താറുമാറാവുന്ന അവസ്ഥ ഉണ്ടാവുന്നല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സജഷൻ എടുക്കണോ, അതോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വാല്യുവേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആക്ച്വലി നമുക്ക് എല്ലാ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കൂടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിഫറബിളി അത് സ്പൗസ് തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട്സും നമുക്കാവാം, പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്പൗസ് തന്നെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം അത് നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു സിനാരി വരുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറെ കാണുന്നതിന് മുന്നമേ അപ്പോൾ ആളോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി ബേസിസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇൻട്രാക്ട് ചെയ്യും. നമ്മളുടെ പല വിംസ് ആൻഡ് ഫാൻസി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഐഡിയാസ് ഒക്കെ മാറ്റുന്നതിന്, നമ്മളെ തന്നെ ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക അൺവാണ്ടഡ് ആയിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയും സാധിക്കാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് സർക്കിളിൽ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലതും ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓണസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പല സ്ട്രെസ്സും ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഡിസോർഡർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജനറലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നേരിടുന്ന പല സ്ട്രെസ്സുകളെയും വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഓപ്പണായിട്ട് ഓണസ്റ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ ഇപ്പോൾ പലർക്കും പേടിയായിരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട്. പണ്ടൊക്കെ പറയാറുണ്ട് സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഭ്രാന്താണ് എന്നൊരു തോന്നലുണ്ടാകുന്നു. ഇപ്പോൾ ഇപ്പോഴും പലർക്കും സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ അങ്ങനെ പേടിക്കുമ്പോഴത്തേക്കും കൂടുതൽ വഷളാവത്തല്ലേ ഉള്ളൂ ഇവരുടെ പ്രശ്നങ്ങൾ, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. തീർച്ചയായും കാരണം ഇപ്പം നമ്മുടെ ഒരു യങ്ങർ ജനറേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ കുറെ കൂടെ കാര്യങ്ങളെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുമ്പം പല കാര്യങ്ങൾക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനും പാത്ത് വേയും ഓപ്പൺ ആവാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയ രീതിയിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ അത് പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പം നമ്മൾ എല്ലാ മെൻ്റൽ ഡിസോർഡറും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രൊഫഷണലി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല ആക്ച്വലി ഉദ്ദേശം. ആദ്യം നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഡിസ്കസ് ചെയ്യുക. അതിന് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ചില കേസുകൾ ഉണ്ടാവുന്നത്
അപ്പം തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ആൾക്കാർക്കൊരു ഇൻഹിബിഷൻ, സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുന്നതിനുള്ള ഇൻഹിബിഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും പ്രീവാലൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും മുമ്പത്തെക്കാളും ആൾക്കാർ കൂടുതലായിട്ട് കൺസൾട്ടേഷൻസ് എടുക്കുന്നുണ്ട്, ആൾക്കാർ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഒരു കേസിൽ എനിക്ക് അടുത്തറിയാവുന്ന ഒരു കേസിലാണ്, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമ്പോഴത്തേക്കും സ്വയം ഒരു ഭയങ്കരമായിട്ട് ഒരു കൺസേൺ ആയിട്ട് അയാൾക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തി എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അതൊക്കെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണോ, അതോ വേറെ എന്തെങ്കിലും അയാൾക്ക് ക്ലിനിക്കലി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണോ? അത് ജനറലി നമുക്ക് ഡീറ്റെയിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ കേസ് നമുക്ക് ജനറലി ഡീറ്റെയിൽ ആയിട്ട് കോമൺ ആയിട്ട് ഒരു മേ ബി പുള്ളിക്കാരൻ എന്തെങ്കിലും പേഴ്സണാലിറ്റി വൈസ് ഒരു ട്രൈറ്റിൽ എന്തെങ്കിലും, ഇപ്പം ഹൈ ന്യൂറോട്ടിസം എന്ന് പറയും, ചെറിയ കാര്യങ്ങൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെറിയ ചെറിയ ലൈഫിലെ സ്ട്രെസ് വരുമ്പോൾ അവർ കൂടുതലായിട്ട് സെൻസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കോർ ബിലീഫ്, കോർ ഐഡിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു പരിധി വരെ മാനേജ് ചെയ്യാനും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വീണ്ടും വരുമ്പോൾ ആ ഒരു കോർ ഐഡിയ അല്ലെങ്കിൽ ഒരു കോർ ബിലീഫിനെ പ്രോപ്പർലി റാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ വരുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ചും കൂടെ റെസിസ്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂണായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് കഴിയുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. ഈ പോസ്റ്റ് കോവിഡിന് ശേഷം ഈ ആളുകളുടെ മെന്റൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് വീക്കായിട്ടുണ്ട് തോന്നിയിട്ടുണ്ടോ? അതുണ്ട്. അത് കാരണം കോവിഡ് സമയത്ത് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ ഫിസിക്കലി വളരെ ആക്റ്റീവും ഇൻവോൾവും ഓഫ്ലൈൻ ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ടായിരുന്ന സമയമാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോവിഡിന് മുന്നേ. പക്ഷേ കോവിഡിന് ശേഷം വരുമ്പോൾ ഇതുപോലെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ വളരെ കുറയുകയാണ്. അപ്പം കൂടുതലും ഓൺലൈനായിട്ടുള്ള സ്ക്രീൻ ടൈം കൂടുന്നൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നതിന് ഈ ഒരു വീഴ്ച വരുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേറെ ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് മാത്രം ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ കണ്ടു പോകുന്നൊരു സാഹചര്യം വരുന്നതുകൊണ്ട് നമ്മുടെ ചിന്തകളെയോ അല്ലെങ്കിൽ മറ്റ് ചിന്തകളെയോ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം പലപ്പോഴും അവർ ലൈഫ് റിയാലിറ്റി ബേസിൽ കൺഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി ഗ്രൗണ്ടഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രോബ്ലമാണ്. അങ്ങനെ വരുന്നത് കാരണം തന്നെ ഇപ്പം അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു വരികയാണ്. ആൾക്കാർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള സമയവും ക്ഷമയും ഒന്നും കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയ തന്നെ കാരണമായിരിക്കും. തീർച്ചയായും സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലല്ല. ഇപ്പൊ ഇന്റർനാഷണലി തന്നെ ക്രോസ് കൾച്ചറിൽ കാണുന്ന പഠനങ്ങളിലെല്ലാം സ്ക്രീൻ ടൈം സെക്കൻഡ്സുകളായി, അറ്റൻഷൻ സ്പാൻ സെക്കൻഡ്സുകളായി ചുരുങ്ങി വരികയാണ്. ഒരു ഫുൾ റീൽ കാണാൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഷോർട്സിന്റെ തന്നെ സമയം ചുരുക്കിയാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. കാരണം നമുക്ക് എപ്പോഴും ട്രൂത്തും റിയാലിറ്റിയും മനസ്സിലാക്കാൻ പറ്റുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ലോങ്ങർ ആയിട്ടുള്ള കോൺവെർസേഷനിലും വളരെ ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനിലും പേഷ്യൻസോടുകൂടെ സാക്രിഫിഷ്യലായിട്ട് വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എപ്പോഴും ഈ ട്രൂത്തും റിയാലിറ്റിയും മനസ്സിലാക്കാനായിട്ട് കഴിയുക. അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡിൽ ഒരു വിംസ് ആൻഡ് ഫാൻസിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും മനുഷ്യർക്കിടയിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും നേരം ഇത്രയും അറിവുകൾ പകർന്നു തന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വിഷയം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.